ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇത് എൻ്റെ പാപ്പയ്ക്ക് വിഷുവിന് കിട്ടിയ പടക്കങ്ങളായിരുന്നു. പക്ഷെ ഞങ്ങൾ നേരത്തെ പൊട്ടിച്ചു. ഞങ്ങൾക്ക് വിഷു നേരത്തെ വന്നു. പടക്കം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിഷു ആണോ പെരുന്നാളാണോ എന്നൊന്നും നോക്കാറില്ല. പടക്കം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ ഇട്ട് പൊട്ടിക്കണം. ചക്രം കറങ്ങുന്ന കാണാൻ നല്ല ഭംഗിയായിരുന്നു. വീഡിയോയിൽ കാണുന്ന പോലെ നല്ല രസമായിരുന്നു. എനിക്കത് ആസ്വദിക്കാൻ പറ്റിയില്ല വീഡിയോ എടുക്കുന്ന കാര്യം. പിന്നെ കുറേ ഉണ്ടായിരുന്നു. ചക്രം മാത്രമല്ല, പുത്തിരി ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഇതാണ് പുത്തിരി. ആദ്യത്തത് വീഡിയോ എടുത്തുകൊണ്ടാണോ എന്നറിയില്ല, പാളിപ്പോയിട്ടുണ്ട്. ഇതുണ്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറിച്ച് വീഴുന്നു. ഞാൻ ആലോചിച്ചു എടാ പൊട്ടടാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് നനിനായിട്ട് വിളിച്ചോണ്ടിരുന്നത്. അപ്പോൾ ചെടികളൊക്കെ കരിയിച്ച് കളയതൊക്കെ പൊട്ടിച്ച് ഞാൻ മിക്കവാറും തീയാട്ടോ വരുന്നത്. എൻ്റെ പാപ്പയാണെങ്കിൽ അനിയൻ ചീത്ത പറയുന്നത് കത്തിച്ചതിന്. ഇത്തവണത്തെ കത്തില്ലാന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു. അങ്ങനെ അത് ഇച്ചിരി കത്തിയില്ല എന്ന രീതിയിലായിപ്പോയി. പക്ഷെ ഞാൻ ആദ്യം കത്തിച്ചതായിരിക്കും വീഡിയോ എടുക്കാൻ പറ്റില്ല. പക്ഷെ അത് നന്നായി കത്തിയിരുന്നു. ഇതാണ് കേട്ടോ, ഞാനാണ് കേട്ടോ ചക്രം കത്തിച്ചത് എന്നൊക്കെ പറയണമെന്നുണ്ട്. എന്നാലും എനിക്ക് കത്തിക്കാൻ പേടിയാണ്. പക്ഷെ ഇത് ഇച്ചിരി അടുത്ത് നിന്ന് കറങ്ങിയതുപോലെ എടുത്തു. പിന്നെ വടിയിലോട്ടൊക്കെ തെറിച്ച് വീഴുന്നുണ്ടാകും. ഞാനൊക്കെ പേടിച്ചു പോയി. എനിക്കിതൊക്കെ ഭയങ്കര പേടി കിട്ടുന്നുണ്ട്. കാരണം ഈ കൈ വെച്ച സമയത്ത് തന്നെ അത് കറക്റ്റാണെന്ന്. ഇതാണ് ഞങ്ങൾ പൊട്ടിച്ചത്രയും പടക്കം, മത്താപ്പൂ, ഈ ചക്രം നിർത്താതെ കത്തിക്കും. കാര്യം അതത്ര ഇഷ്ടമാണ് എനിക്കിത് കറങ്ങുന്ന കാണാൻ. പക്ഷെ വീഡിയോ എടുത്താലും അതങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അത് കത്തി തീരുമ്പോൾ ശോകമുഖമായി കറങ്ങാണുമ്പോൾ ഒരു ചെറിയ സങ്കടമൊക്കെ തോന്നും. എങ്കിലും വീണ്ടും ഒരു പടക്കവും കൂടെ പൊട്ടിക്കുമ്പോൾ ആ വിഷമം അങ്ങ് തീരും. കണ്ടില്ല, കറക്കി പൊട്ടിക്കാൻ ഞാനങ്ങ്. പക്ഷെ എനിക്കിത് പേടിയാട്ടോ. അധികം പൊട്ടി വരുമ്പോൾ കയ്യിലോട്ട് തെറിക്കുമ്പോൾ ഞാനതങ്ങെടുത്ത് വലിച്ചെറിയും. പോയി കിടക്കണം. വാവ് അതങ്ങനെ അത് തെറിക്കുന്ന ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കും. ഇതെന്താ ചക്രാണോ എന്താണ് തൊട്ട് എൻ്റെ അനിയനും പാപ്പിക്കൊന്നും ഒരു പേടിയില്ല. പക്ഷെ എനിക്കിത് ചെറിയ പേടിയാണെങ്കിൽ ഞാൻ വലിച്ചെറിയും. പക്ഷെ അത് രസമാണ് തറയിൽ കിടന്നാലും അത് പൊട്ടുന്ന കാണാനായിട്ട്. അതങ്ങനെ തീർന്നു. പിന്നെ അടുത്ത സാധനം ഞങ്ങൾ ചക്രമട്ടു. ആ ചക്രം പൊട്ടിക്കാനുള്ള തിരക്കിലായിരുന്നു. അതാണെങ്കിലും പൊട്ടുന്നില്ല. അതങ്ങ് എറിഞ്ഞിട്ടുണ്ട്. ഇത് കമന്നാണ് വീണിയെന്നൊരു ഡൗട്ടും നോക്കാൻ താഴോട്ട് ഇറങ്ങിച്ചെന്ന് എന്നെ അത് കറങ്ങി ഓടിച്ചു വിട്ടു. കണ്ട, അത് നല്ല രസമായിരുന്നു. ഇത് കറങ്ങുന്ന കാണാനായിരുന്നു ഏറ്റവും രസം. എന്താണെന്നറിയില്ല, എനിക്കതായിട്ട് ഇഷ്ടമായത്. തീർന്നു. ഇവിടെ പോയി ഇതാട്ടോ ചക്രം. ഇതുപോലെ കുറേ പടക്കം ഉണ്ടായിരുന്നു. പക്ഷെ വിഷു ആവാത്തത് കൊണ്ടും വിഷു അടുക്കാത്തത് കൊണ്ടും ഞങ്ങളതൊന്നും പൊട്ടിച്ചില്ല. ഇത്രയുള്ളൂ. കൂടി എല്ലാവർക്കും ബൈ.